തുടർന്ന് ശ്രീ ശങ്കരാചാര്യരുടെ കൃതികളെ വ്യാഖ്യാനിക്കുന്ന ശങ്കര സ്തോത്രാമൃതമാണ്. ഓം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശങ്കരകൃതികളിൽ ശിവാപരാധ ക്ഷമാപണ സ്തോത്രത്തിൽ 14-ാമത്തെ ശ്ലോകം നമ്മൾ ശ്രദ്ധിക്കുന്നു. ഒരിക്കലും തനിക്ക് പൗരോഹിത്യമോ രജനിചരിതമോ ഗ്രാമണിത്വമോ നിയോഗമോ മാഠാപഥ്യമോ ഉണ്ടാവരുതേ എന്ന് പ്രാർത്ഥിച്ചു. തുടർന്നുള്ള ഭാഗം പൗരോഹിത്യം രജനിചരിതം ഗ്രാമണിത്വം നിയോഗോ മാഠാപഥ്യം ഹ്യനൃതവചനം സാക്ഷിവാദപരാന്നം ബ്രഹ്മദ്വേഷഖലജനരതി പ്രാണിനാം നിർദയത്വം മാ ഭൂദേവം മമ പശുപതേ ജന്മജന്മാന്തരേഷു. ഹ്യനൃതവചനം അസത്യം പറയേണ്ടി വരിക, അസത്യം പറയൽ ഒരിക്കലും ഉണ്ടാവരുതേ. അപ്പോൾ ഇവിടെ ഇത് പ്രാർത്ഥിക്കേണ്ട വിഷയമാണോ? അസത്യം പറയാതിരുന്നാൽ പോരെ എന്ന് സംശയം വരാം. മറുപടി, ചില സന്ദർഭങ്ങളിൽ ഭരണാധികാരികളോ അല്ലാലോ മേലുദ്യോഗസ്ഥന്മാരാലോ അമ്മയാലോ അച്ഛനാലോ അല്ലെങ്കിൽ ആരെ അനുസരിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണോ അവരാലോ നിർബന്ധിക്കപ്പെട്ട് നുണ പറയേണ്ട അവസ്ഥാവിശേഷം വന്നേക്കാം. നമുക്ക് ആ സന്ദർഭത്തിൽ നിന്ന് മാറിയിരുന്ന് പറയാതിരുന്നാൽ പോരെ എന്നൊക്കെ ചോദിക്കാം. പക്ഷെ അത്തരമൊരു ഘട്ടത്തിൽ നമ്മൾ എത്തുമ്പോഴേ അതിൻ്റെ ക്ലേശം നമുക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ രക്ഷിക്കാൻ വേണ്ടി ചിലപ്പോൾ ചില സന്ദർഭങ്ങളിൽ നുണ പറയേണ്ടി വന്നേക്കാം. ഇത്തരം ഒരവസ്ഥയും വരരുതേ. ഈ ജന്മത്തിലോ മറ്റു ജന്മങ്ങളിലോ ഒരിക്കലും അസത്യം പറയുന്ന അവസ്ഥാവിശേഷം വരരുതേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അനൃത വചനം. സാക്ഷിവാദം ചെയ്തുകൊണ്ട് ജീവിക്കേണ്ട അവസ്ഥ വരരുത്. സാക്ഷിയായിട്ട് പറയേണ്ടി വരിക പലർക്ക്. പല സന്ദർഭങ്ങളിൽ കോടതികളിലോ ഭരണാധികാരിയുടെ മുമ്പിലോ സാക്ഷിയായിട്ട് പറയേണ്ടി വരിക എന്ന് പറയുമ്പോൾ അത് സംഭവിക്കരുത്. കാരണം സാക്ഷിവാദത്തിൽ സത്യം പറഞ്ഞാൽ ഉണ്ടായേക്കാവുന്ന കുഴപ്പം, അസത്യം പറയാൻ നിർബന്ധിക്കപ്പെടുന്ന കുഴപ്പം, ഇതെല്ലാം സംഭവിക്കും. ഏത് വിധേന നോക്കിയാലും സാക്ഷിവാദം ചെയ്യേണ്ടി വരിക എന്നുള്ളത് ക്ലേശകരമാണ്. അതുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്, സാക്ഷിവാദം ഉണ്ടാവരുതേ. പരാന്നം ഭുജിച്ച് ജീവിക്കാനിട വരരുതേ. എന്ന് വെച്ചാൽ നമുക്ക് എവിടെയും പോയി ഭിക്ഷ എടുത്ത് ജീവിക്കാം, അതൊരിക്കലും പരാന്നമല്ല. മറിച്ച് അവജ്ഞയോടുകൂടി നൽകപ്പെടുന്ന അന്നം, ഇതെൻ്റെ അന്നമാണ്, നിനക്ക് ഞാൻ തരുന്നു എന്ന മട്ടിൽ അവജ്ഞയോടുകൂടി നൽകപ്പെടുന്ന അന്നം, അത് പരാന്നമാണ്. അഥവാ പരന്മാർക്ക് വേണ്ടി നീക്കി വയ്ക്കപ്പെട്ട അന്നം സന്ദർഭവശാൽ കഴിക്കേണ്ടി വരിക, അത് പരാന്നമാണ്. ഇങ്ങനെ ഒരിക്കലും പരാന്നം ചെയ്ത് ജീവിക്കാനിട വരരുതേ എന്ന് പറയുകയാണ്. ബ്രഹ്മദ്വേഷ, വേദത്തെയും വേദജ്ഞന്മാരെയും ദ്വേഷിക്കാനിട വരരുതേ. ബ്രഹ്മത്തെ, വേദത്തെ, അതുപോലെ വേദജ്ഞന്മാരെ, ഒരിക്കലും പണ്ഡിതന്മാരെ ദ്വേഷിക്കാനിട വരരുതേ, ഈ ജന്മത്തിലായാലും പരജന്മത്തിലായാലും. ഇതാണ് മറ്റൊരു പ്രാർത്ഥന. ഖലജനരതി, ഖലന്മാർ ദുഷ്ടന്മാർ, ഖലജനം ദുഷ്ടജനം, ദുഷ്ടജനങ്ങളുടെ കൂടെ കൂട്ടുകൂടുക, ആ ദുഷ്ടജനങ്ങളുടെ കൂടെ കൂട്ടുകൂടുന്നതിൽ താല്പര്യം ഉണ്ടാവുക, ഈ അവസ്ഥ ഒരിക്കലും ഉണ്ടാവരുതേ. കാരണം ഏത് തരം സംസർഗമാണോ നമ്മൾ ചെയ്യുന്നത് അതിൻ്റെതായ സംസ്കാരവും വൃത്തികളും നമ്മളിലുണ്ടാവും.
അതുകൊണ്ട് ദുഷ്ടജനങ്ങളുമായി കൂട്ടുകൂടിയാൽ ഒരു സന്ദേഹവുമില്ല നമ്മളും ദുഷ്ടനായി മാറും. ഈ അവസ്ഥ ഒരിക്കലും തനിക്കുണ്ടാവരുത് എന്ന് പ്രാർത്ഥിക്കുകയാണ്. സർവോപരി പ്രാണിനാം നിർദ്ദയത്വം, പ്രാണികളിൽ ദയയില്ലാതെ വരിക, മറ്റ് ജീവികളെ ഉപദ്രവിക്കുക, ഒരു പ്രാണിയെയും ഉപദ്രവിക്കാൻ ഇടവരരുത്. ഇതാണ് പ്രാർത്ഥന. പ്രാണികളിൽ നിർദ്ദയന്മാരായി കഴിഞ്ഞാൽ എല്ലാത്തിനെയും ഉപദ്രവിക്കാം, എന്തും ചെയ്യാം എന്ന് വരും. ഒരിക്കലും സംഭവിക്കരുതേ. എല്ലാ പ്രാണികളിലും സ്വാഭാവികമായി സഹജമായി തന്നെ ഞാൻ സ്നേഹമുള്ളവനാവണേ, ഒരിക്കലും നിർദ്ദയത്വം ഉണ്ടാവരുത്. ഇത്രയും പ്രാർത്ഥനകളാണ് ഇവിടെ പറഞ്ഞത്. അപ്പോൾ അത് പറയുന്ന സമയത്ത് സമാനങ്ങളായ മറ്റ് പാപകർമ്മങ്ങളൊന്നും ചെയ്യാൻ ഇടവരരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വിഷയങ്ങളെയൊക്കെ എണ്ണി പറഞ്ഞിട്ട് പറയുകയാണ്, മാഭൂദേവം, ഇങ്ങനെയൊന്നും ഉണ്ടാവരുത് എനിക്ക്, എനിക്കുണ്ടാവരുത്. പൗരോഹിത്യം രജനിചരിതം ഗ്രാമണിത്വം നിയോഗോ മാഠാപഥ്യം ഹ്യനൃതവചനം സാക്ഷിവാദപരാന്നം ബ്രഹ്മദ്വേഷ ഖലജനരതി പ്രാണിനാം നിർദ്ദയത്വം മാ ഭൂദേവം മമ പശുപതേ ജന്മജന്മാന്തരേഷു. ജന്മജന്മാന്തരങ്ങളിൽ, ഈ ജന്മത്തിൽ മാത്രമല്ല ഒരു ജന്മത്തിലും ഇത്തരം സാഹചര്യം എനിക്ക് ഉണ്ടാവരുതേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. തുടർന്ന് 15-ാമത്തെ ശ്ലോകത്തിൽ ഉപസംഹരിക്കുന്നു. നോക്കൂ. ആയുർനശ്യതി പശ്യതാം പ്രതിദിനം യാതിക്ഷയം യൗവനം പ്രത്യായാന്തി ഗതാ പുനർന ദിവസാഃ കാലോ ജഗദ്ഭക്ഷകഃ ലക്ഷ്മീസ്തോയ തരംഗഭംഗചപലാ വിദ്യുച്ഛലം ജീവിതം തസ്മാൻ മാം ശരണാഗതം കരുണയാ ത്വം രക്ഷാധുനാ. ഈ ഉപസംഹാര ശ്ലോകവും ഒരു പ്രാർത്ഥനയാണ്. ഹേ പരമേശ്വര, എന്നെ ഉടനെ തന്നെ രക്ഷിക്കണമേ, പെട്ടെന്ന് എന്നെ രക്ഷിക്കണമേ എന്ന് പറയുകയാണ്. എന്തിൽ നിന്ന് രക്ഷിക്കണം, അതാണ് അവിടെ വർണ്ണിക്കുന്നത്. നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം.